ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 047/2023 നടന്ന കാറ്റഗറിയിൽ നടന്ന ഒരു PSC പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പർ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ആണെങ്കിലും നമുക്കെന്താണ്, ഈ ചോദ്യങ്ങളൊക്കെ LDC പരീക്ഷയ്ക്കും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. വാസ്കോഡ് ഗാമ ആദ്യമായി കോഴിക്കോട്ട് എത്തിയ വർഷം എന്നാണ്. 1498. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. വാസ്കോഡ് ഗാമ ആദ്യമായി കോഴിക്കോട്ട് എത്തിയത് വർഷം എന്നാണ് 1498. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. സി അതിൻ്റെ അറിയാതെ മാർക്കായതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കൈമാറിയതെന്ന് ചോദിച്ചാൽ ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ശ്രീരംഗപട്ടണം ഉടമ്പടി. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവാണെന്ന് നമുക്കറിയാം. നാലാമത്തെ ചോദ്യം, കേരള ഗാന്ധി. ഇതും സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. കെ കേളപ്പൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിൻ്റെ ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്? ദിവാനി ഖാസ്, ഡൽഹി കേട്ടോ. ദിവാനി ഖാസ്, ഡൽഹിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം, ഏത് സാമൂഹിക പരിഷ്കർത്താവ് ആണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദൻ കേട്ടോ. ശ്രീരാമകൃഷ്ണ പരമഹംസറായിരുന്നു വിവേകാനന്ദൻ്റെ ഗുരു. അപ്പോൾ അദ്ദേഹത്തോടെ സ്മരണാർത്ഥമാണ് സ്ഥാപിച്ചത് കേട്ടോ. രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദൻ. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദിയാണ് ദാദാഭായ് നവറോജി കേട്ടോ. ദാദാഭായ് നവറോജി. ഡ്രെയിൻ സിദ്ധാന്തം ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെയാണ്. എട്ടാമത്തെ ചോദ്യം, ബാസ്റ്റിലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ബാസ്റ്റിൽ കോട്ട അല്ലേ. ബാസ്റ്റിലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആരാണ്? സ്ഥിരം ചോദ്യമാണ്, ഇനിയും ചോദിക്കും. ഫസൽ അലി കേട്ടോ. ഓപ്ഷൻ സി. പത്താമത്തെ ചോദ്യം, 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഡാഷ് എന്നും അറിയപ്പെടുന്നു. എങ്ങനെയാണ്? ഓപ്പറേഷൻ വിജയ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഏത്? കാർഗിൽ യുദ്ധം കേട്ടോ. 11ാമത്തെ ചോദ്യം, കേരളത്തിലെ മൺസൂൺ മഴയെക്കുറിച്ചുള്ള താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിലെ മൺസൂണിൻ്റെ കവാടം എന്നാണ് കേരളത്തിൻ്റെ പേര്. പാലക്കാട് വിടവ് മഴയുടെ സ്പെഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലമാണ്. അത് തെറ്റാണ്. തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലമല്ല. അപ്പോൾ ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരി. അപ്പോൾ എ ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. താമരശ്ശേരി ചുരം, അച്ചൻകോവിൽ ചുരം, കമ്പം ചുരം, ആറമ്പാടി ചുരം. വടക്ക് നിന്ന് തെക്ക് വരെയുള്ള അവയുടെ സ്ഥാനത്തിൻ്റെ ശരിയായ ക്രമം ഇനി പറയുന്നവയിൽ ഏതാണെന്നാണ്. വടക്ക് നിന്നാണ് കേട്ടോ. വടക്ക് നിന്ന് തെക്ക് വരെയുള്ള, അതായത് ആരംഭിക്കുന്ന എവിടെയാണ്? താമരശ്ശേരി, വയനാട്. മൂന്നാമത് അത് കഴിഞ്ഞാണ് കമ്പം ചുരം, ഇടുക്കി. അത് കഴിഞ്ഞ് പിന്നെ എന്താണ്? അച്ചൻകോവിൽ ചുരം. അത് കഴിഞ്ഞ് ആറമ്പാടി ചുരം കേട്ടോ. ഇങ്ങനെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഇതിന് ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 13ാമത്തെ ചോദ്യമാണ്, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളെ സംബന്ധിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു. ഉയർന്ന കാറ്റിൻ്റെ വേഗതയുള്ള താഴ്ന്ന മർദ്ദ കേന്ദ്രം എല്ലാ ഡിപ്രഷനുകളിലും ചുഴലിക്കാറ്റുകളായി മാറുന്നില്ല. ക്യുമുലോ നിംബസ് മേഘം ചുഴലിക്കാറ്റിൻ്റെ കേന്ദ്രത്തെ വലയം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു. ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ കേട്ടോ. 14ാമത്തെ ചോദ്യം, ഉയർന്ന താപനിലയിലും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലയളവുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണാണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ് കേട്ടോ. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണേതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്?
ആഫ്രിക്കൻ സാവന കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്? ആഫ്രിക്കൻ സാവനയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 16ാമത്തെ ചോദ്യം, 2022-23 ബജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്? PM ഗതിശക്തി കേട്ടോ. PM ഗതിശക്തിയാണ്. ആ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. PM ഗതിശക്തി. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 17ാമത്തെ ചോദ്യം, 11ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നവയിൽ ഏതാണ്? ശരാശരി 7.9% കേട്ടോ. ശരാശരി 7.9%. ഓപ്ഷൻ സി ആണ് ആൻസർ. 11ാമത്തെ പഞ്ചവത്സര പദ്ധതി. 18ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് RBIയെക്കുറിച്ച് സംബന്ധിച്ച് ശരിയായത് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ്? ശരിയാണ്. അതായത് വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വില സ്ഥിരത നിലനിർത്തുക, സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക, നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ നൽകുക, വിദേശ വ്യാപാരവും പേയ്മെൻറ്റും സുഗമമാക്കുന്നതിനും ഇന്ത്യയിലെ വിദേശ വിനിമയ വിപണിയുടെ ചിട്ടയായ വികസനവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും RBIയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 19ാമത് ചോദ്യം, നീതി ആയോഗിൻ്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു? വനിതാ ശിശുവികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വനിതാ ശിശുവികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും കേട്ടോ. അതാണ് ശരിയായ പ്രസ്താവന, ശരിയായ ആൻസർ. 20ാമത് ചോദ്യം, 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ ഏത് ഗവേഷണത്തിന് ലഭിച്ചു? ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 21ാമത്തെ ചോദ്യമാണ്, വെബറിൻ്റെ ഐഡിയൽ താരം ബ്യൂറോക്രസിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? വെബറിൻ്റെ ഐഡിയൽ തരം ബ്യൂറോക്രസിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്? 1 തൊഴിൽ വിഭജനം, 2 വിപുലമായ പേപ്പർ വർക്ക്, ശ്രേണിയുടെ നന്നായി നിർവചിച്ചിരിക്കുന്ന അധികാരം, വ്യക്തിത്വമില്ലാത്ത സ്വഭാവം. ഇത്രയുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ 1, 3, 4 ഇതാണ് ശരിയായത് കേട്ടോ. 1, 3, 4 ഇത്രയും കാര്യങ്ങളാണ് ശരിയായത്. ബാക്കി വിപുലമായ പേപ്പർ വർക്കൊക്കെ എന്താണ് തെറ്റായതാണ്. 22ാമത്തെ ചോദ്യം, CEDAW ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾ കേട്ടോ. CEDAW എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. 23ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? VR കൃഷ്ണയ്യർ കേട്ടോ. VR കൃഷ്ണയ്യർ ആണ്. അടുത്ത ചോദ്യം, ഋഷി സുനാക്കിന് മുമ്പ് ആരായിരുന്നു UK പ്രധാനമന്ത്രി? ലിസ്ട്രസ് ആണ് കേട്ടോ. ലിസ്ട്രസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 26ാമത്തെ ചോദ്യം, 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? 389. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 389. 27ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? അപ്പോൾ മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന കേസുകളാണ്. ഗോലക്നാഥ് വാസസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, കേശവാനന്ദ ഭാരതി വാസസ് കേരള സംസ്ഥാനം, ചമ്പകം ദൊരൈരാജൻ വാസസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, മിനർവ മിൽസ് ലിമിറ്റഡ് വാസസ് ഇന്ത്യ ഗവൺമെൻറ്. ഇതിൽ ആദ്യം വരുന്നത് ഏതാണ്? ചമ്പകം ദൊരൈരാജൻ വാസസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഏതാണ്? ഗോലക്നാഥ് വാസസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, അത് കഴിഞ്ഞ് കേശവാനന്ദ ഭാരതി വാസസ് സ്റ്റേറ്റ് ഓഫ് കേരളം, അത് കഴിഞ്ഞ് മിനർവേ മിൽസ് ലിമിറ്റഡ് വാസസ് ഇന്ത്യ ഗവൺമെൻറ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 28ാമത് ചോദ്യം, കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളതും ഭൂമിയുടെ വരുമാനം സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതുമായ സംവിധാനത്തിൻ്റെ പേരാണ് ഇത്? റയറ്റ് വാരി സമ്പ്രദായം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. മാർക്ക് ചെയ്യാൻ പറ്റിയില്ല, സോറി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. റയറ്റ് വാരി സമ്പ്രദായം എന്നാണ് കേട്ടോ അതിൻ്റെ യഥാർത്ഥ ഇത്. 29ാമത്തെ ചോദ്യം,
പഞ്ചായത്തി രാജിനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണെന്ന് തെറ്റെന്ന് അടയാളപ്പെടുത്തുക. ഇതിൽ ഓപ്ഷൻ ബി ആണ് തെറ്റ് കേട്ടോ. പഞ്ചായത്തി രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. ഇത് തെറ്റാണ്. അടുത്തത് 30ാമത് ചോദ്യം. ബാഹ്യ അക്രമങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയൻ്റെ കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ താഴെ പറയുന്ന ആർട്ടിക്കിളുകളിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബാഹ്യ അക്രമങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയൻ്റെ കടമയാണ് എന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ താഴെ പറയുന്ന ആർട്ടിക്കിളുകളിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരുന്നത്. ആർട്ടിക്കിൾ 355 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 31ാമത്തെ ചോദ്യം. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏത്? തപ്പും ചെണ്ടയുമാണ് കേട്ടോ. തപ്പും ചെണ്ടയും. 31 ഓപ്ഷൻ എ ആണ് ആൻസർ. 32ാമത് ചോദ്യം. കേരള ചോസർ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം ചീരാമ കവിയാണ്. കേരള ചോസർ ചീരാമകവി. 2022 വിൻ്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. 34. ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? യാച്ച് റേസിംഗ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് യാച്ച് റേസിംഗ്. 35ാമത്തെ ചോദ്യം. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിം ഏതാണ്? കബഡിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, കബഡി. ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആലപ്പുഴയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 37. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ഭാർഗവൻ പിള്ളയാണ് കേട്ടോ. ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഭാർഗവൻ പിള്ള. 38. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ഏതെന്നാണ്? ലോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ഏതാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. 39ാമത്തെ ചോദ്യം. ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബ ലൈഫിനെ പ്രഖ്യാപിച്ചത്? BCCI കേട്ടോ. BCCI ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ പങ്കെടുക്കും? ഭോപ്പാലാണ് കേട്ടോ. ഭോപ്പാൽ. ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിലാണ് പങ്കെടുക്കുന്നത്? ഭോപ്പാൽ കേട്ടോ. ഭോപ്പാൽ. 41ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് തെറ്റായി വരുന്നത്? സ്വിച്ച് ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുമ്പോൾ ഹബ്ബ് ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷനാണ്. റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്രയുമാണ് ഓപ്ഷൻസ്. ഇതിൽ ഒന്നാമത്താണ് തെറ്റ് കേട്ടോ. സ്വിച്ച് ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുമ്പോൾ ഹബ്ബ് ഡാറ്റ ലിങ്കിൽ ലെയറിൽ പ്രവർത്തിക്കുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 42ാമത് ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ഇത് രണ്ടും എന്താണ്? ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. ബാക്കി തെറ്റാണ്. ബാക്കി ജോയിസ്റ്റിക്ക് ഒരു ഇൻപുട്ട് ഉപകരണമല്ല, അത് ഇൻപുട്ട് ഉപകരണമാണ്. ജോയിസ്റ്റിക്ക് എന്ന് പറയുന്ന ഇൻപുട്ട് ഉപകരണമാണ്. അത് തെറ്റായ ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് ഇൻപുട്ട് ഉപകരണം അല്ല എന്നാണ്. അത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. 43ാമത് ചോദ്യം. താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് കേട്ടോ. ഇത് ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. സ്പൂളിംഗ് ആണ്. മറ്റത് മാർക്ക് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. സ്പൂളിംഗ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അടുത്തത് 44ാമത് ചോദ്യം. റാൻസൺ വെയറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവയൊന്നും എന്തല്ല? ശരിയല്ല കേട്ടോ. ഇവയൊന്നും ശരിയല്ല എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 45. ഉബുണ്ടു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഫോക്കൽ ഫോസ കേട്ടോ. ഉബുണ്ടു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? ഫോക്കൽ ഫോസ. 46ാമത് ചോദ്യം. ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ 1ഉം 3ഉം മാത്രമാണ് ശരി കേട്ടോ. CMS-01 ഒരു ആശയവിനിമയ ഉപഗ്രഹമാണ്. മിഷൻ EOS 03 വിജയിച്ചില്ല. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ കേട്ടോ. 47ാമത് ചോദ്യം. DRDOയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 2 മാത്രമാണ് ശരിയായ പ്രസ്താവന കേട്ടോ. രണ്ടാമത്തത് ഇൻസാസ് ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് DRDO ആണ്. കറക്റ്റാണ്. അതുമാത്രമാണ് ശരിയായ പ്രസ്താവന കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് വൈഡൽ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയുക? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ് കേട്ടോ. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. ഇന്ത്യയിലെ താഴെ പറയുന്ന പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളിൽ ഏതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനം കേട്ടോ.
50-ാമത് ചോദ്യം 108-ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? നാഗ്പൂരാണ് കേട്ടോ, നാഗ്പൂർ.